ഹലോ മക്കളെ, SSLC പ്ലസ് വണ്ണിലേക്ക് പോകുന്ന കുട്ടികൾ നിങ്ങൾ പ്ലസ് വണ്ണിലെ ഏത് സബ്ജക്റ്റാണ് എടുക്കാൻ പോകുന്നതെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി കുറേ പേർക്കുള്ള സംശയമാണ്, ഈ സയൻസൊക്കെ പ്ലസ് വണ്ണിൽ എടുത്തു കഴിഞ്ഞാൽ ജയിക്കാനും പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നല്ല മാർക്ക് കിട്ടാനും A+ ഒക്കെ വാങ്ങിക്കാനും ഭയങ്കര ചാൻസ് കുറവായിരിക്കും, എന്നാൽ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സൊക്കെ എടുക്കുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും എന്നാണ് പലരുടെയും വിചാരം. പക്ഷേ ആക്ച്വൽ സത്യം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ +1 +2 സയൻസിൽ പാസ്സായവരുടെ ശതമാനം പാസ് റേറ്റ് 83% ആണ്. എന്നാൽ കൊമേഴ്സിൽ വെറും 74%, ഹ്യൂമാനിറ്റീസിൽ വെറും 69% ഉള്ളൂ. അതായത് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് എടുത്താലാണ് നിങ്ങൾ തോൽക്കാനുള്ള ചാൻസ് കൂടുതൽ. സയൻസ് എടുത്താൽ നിങ്ങൾ തോൽക്കാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. ഇതേ സമയം നമ്മൾ A+ൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ മിക്ക കുട്ടികളും വിചാരിക്കും സയൻസിൽ പാസ്സാവുമായിരിക്കും, പക്ഷേ ഫുൾ A+ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ. വീണ്ടും നമ്മൾ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഫുൾ A+ കിട്ടിയവരുടെ എണ്ണമാണ് ഞാൻ പറയുന്നത്. സയൻസിൽ കഴിഞ്ഞ വർഷം +1 +2 22,772 കുട്ടികൾക്കാണ് ഫുൾ A+ കിട്ടിയത്. അതായത് 12% കുട്ടികൾക്കും ഫുൾ A+ ആണ് സയൻസിൽ കിട്ടിയത്. എന്നാൽ കൊമേഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും 4,500 കുട്ടികൾ കിട്ടുള്ളൂ. അതായത് കൊമേഴ്സ് എടുത്ത കുട്ടികളിലെ വെറും 4% കുട്ടികൾക്കേ ഫുൾ A+ കിട്ടിയുള്ളൂ. ഹ്യൂമാനിറ്റീസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2,863 കുട്ടികൾക്കുള്ളൂ. അതായത് ഹ്യൂമാനിറ്റീസ് എടുത്തവരിൽ വെറും 3.8% കുട്ടികൾക്കേ ഫുൾ A+ കിട്ടിയുള്ളൂ. ഇതിനർത്ഥം എന്താണ്? അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവണമെങ്കിലും ഫുൾ A+ കിട്ടണമെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്താ? സയൻസ് എടുക്കുക തന്നെയാണ്. ഇതിൻ്റെ അർത്ഥം ഒരിക്കലും ഈ ഒരു ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചാടിക്കയറി സയൻസ് എടുക്കണം എന്നല്ല. പക്ഷേ ഒരിക്കലും നിങ്ങൾ സയൻസ് എടുത്തതുകൊണ്ട് തോറ്റുപോവോ അല്ലെങ്കിൽ സയൻസ് എടുത്തതുകൊണ്ട് മാർക്ക് കുറഞ്ഞു പോകുമോ എന്നുള്ള പേടി കൊണ്ട് സയൻസ് എടുക്കാതിരിക്കരുത്. കാരണം റിയാലിറ്റി എന്താണ്? ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി നിങ്ങളിതിൽ സയൻസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ ഏതെടുത്താലും +1 +2 നന്നായി പഠിച്ചേ പറ്റുള്ളൂ. അതിന് ഏറ്റവും ബെസ്റ്റ് ഗൈഡൻസും ക്ലാസ്സസും നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് രണ്ടിനും ബാച്ചസ് ഉണ്ട്. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. ഉടനെ തന്നെ നമ്മൾ ജൂണിൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി ഹ്യൂമാനിറ്റീസിന് മാത്രം ബാച്ച് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ബാച്ചിൽ കാണാം, അടിച്ച് പൊളിച്ച് പഠിക്കാം.